ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷെറിൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ട് 9th തേർഡ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, അല്ലെങ്കിൽ ശ്വസനവും വിസർജനവും. എന്താണ് ശ്വസനം? നമ്മൾ വീട്ടിൽ ഫുഡ് കഴിക്കുമ്പോൾ പറയും ഫുഡ് കഴിച്ചാലേ എനർജി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഫുഡ് കഴിച്ചാൽ മാത്രം എനർജി കിട്ടുമോ? ഇല്ല. നമ്മൾ റെസ്പയർ ചെയ്യുന്ന ഇതിലൂടെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഈ റെസ്പയർ ചെയ്യുന്ന ഓക്സിജൻ ആണ് നമ്മുടെ ഫുഡിനെ നമുക്ക് ആവശ്യമുള്ള എനർജി ഫോമിലേക്കാക്കി മാറ്റുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്? റെസ്പിറേഷൻ എന്താണ്, എക്സ്ക്രീഷൻ എന്താണ് എന്നൊക്കെയാണ്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഒരു ഫ്രഞ്ച് കെമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരാണ് ആന്റോൺ ലാവോസിയർ. അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ബയോളജിയിൽ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്താണ് ഒരു കെമിസ്റ്റിന് ബയോളജി ആയിട്ടുള്ള റിലേഷൻ? അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് പറയുന്നത് ഈ തീ കത്തുന്നതും അല്ലെങ്കിൽ റെസ്പയർ ചെയ്യുന്നതും സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളിലൂടെയും എന്താണ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ താപോർജ്ജം പ്രൊഡ്യൂസ് ചെയ്യും. അതിനായിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ടാക്കി. ഈ സെറ്റപ്പിൽ എന്താണ് ഉള്ളത്? ഇതിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബക്കറ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വേറെയാണ്. നമുക്ക് ഇതൊരു ബക്കറ്റ് ആയിട്ട് സങ്കല്പിക്കാം. ഈ ഓരോ പാർട്ട് ഓരോ ബക്കറ്റ് ആയിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു ബക്കറ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഗിനിപ്പിഗിനെ വെച്ചു. ഒരു എനർജി വഴിയും ഈ ഐസ് മെൽറ്റ് ആവാൻ പാടില്ല. അപ്പൊ കുറച്ചു നേരം ഈ സെറ്റപ്പ് ഇങ്ങനെ വെച്ചു. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ഈ ഐസ് മെൽറ്റായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഗിനിപ്പിഗ് റെസ്പയർ ചെയ്തപ്പോൾ എനർജി പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അത് ഈ ഹീറ്റ് എനർജിന്റെ രൂപത്തിലാണ് പുറത്തേക്ക് വന്നത്. അപ്പൊ ഈ ഗിനിപ്പിഗിന്റെ ശരീരത്തിൽ നിന്നുള്ള ഹീറ്റ് എനർജി കൊണ്ടാണ് ഈ ഐസ് മെൽറ്റ് ആയത്. അപ്പൊ ആദ്യമായിട്ട് റെസ്പിറേഷൻ എന്നുള്ള, അല്ലെങ്കിൽ ശ്വസനം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഈ ആന്റോൺ ലാവോസിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി നമുക്ക് റെസ്പിറേഷൻ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്വാസം എടുത്ത് നോക്കിക്കേ. അപ്പൊ ഓരോ പാർട്സും ശ്വസന വ്യവസ്ഥ, അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയിൽ വരുന്ന ഓരോ പാർട്സും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് എക്സാമിനൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ശ്വസിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ എങ്ങോട്ടേക്കാ ശ്വാസം പോകുന്നത്? എല്ലാവരും ഒന്ന് ശ്വാസം എടുത്ത് നോക്ക്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ മൂക്കിന്ന് എഴുതാൻ പറ്റുമോ? നമുക്ക് എക്സാമിന് പോയി മൂക്കിന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ഇതാണ് നോസ്ട്രിൽ. നോസ്ട്രിൽ അല്ലെങ്കിൽ നാസാദ്വാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പൊ നോസ്ട്രിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെ എത്താ? പിന്നെ ഒരു ക്യാവിറ്റി പോലത്തെ സ്പേസിലേക്കാണ് നമ്മളെ വായു എത്തുന്നത്. അതിനാണ് നാസാഗഹ്വരം അല്ലെങ്കിൽ നാസൽ ക്യാവിറ്റി എന്ന് പറയും. നാസൽ ക്യാവിറ്റി കഴിഞ്ഞു. ഈ നാസൽ ക്യാവിറ്റി കഴിഞ്ഞ പിന്നെ ഒരു കോമൺ സ്പേസിലേക്കാണ് നമ്മളെ വായു എത്തുന്നത്. അതേതാണ്? ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനി എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നമുക്കറിയാം, ചില സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുമ്പോൾ മൂക്ക് കയറി എന്നൊക്കെ പറയില്ലേ വീട്ടിൽ നിന്ന്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ നമ്മുടെ മൂക്കും വായും കോമൺ ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് ഓപ്പൺ ആവുന്നത്. അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന പോർഷനാണ് നമ്മളിപ്പോ പറഞ്ഞത് ഫാരിങ്സ് അല്ലെങ്കിൽ ഗ്രസനി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയ ഫ്ലാപ്പാണ്. അപ്പോൾ അത് ഒന്നുകിൽ നമ്മളെ നാസൽ ക്യാവിറ്റിന്ന് ട്രക്കിയയിൽ ഓപ്പൺ ആകും, അല്ലെങ്കിൽ ഈസോഫാഗസ്, അതായത് നമ്മുടെ അന്നനാളത്തിലേക്ക് ഓപ്പൺ ആവുന്ന ഒരു ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടും കൂടെ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് മൂക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നാസൽ ക്യാവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോർഷനാണ് ഇത്. ഇതിന് നമ്മൾ ട്രക്കിയ എന്ന് പറയും. അപ്പൊ നമ്മളെ ശ്വാസം എടുത്ത് നമ്മളെ ട്രക്കിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ട്രക്കിയ അല്ലെങ്കിൽ ശ്വസന പദത്തിന് പിന്നെ വായു കടക്കുന്ന എങ്ങോട്ടേക്കാണ്? ശ്വസനി, അല്ലെങ്കിൽ അതിന് എന്താ പറയാ, ബ്രോങ്കസ് എന്ന് പറയും. അപ്പൊ ഈ ബ്രോങ്കസിൽ നമുക്ക് കാണാൻ എന്താണ്? ഇങ്ങനെ ഒരുപാട് തരുണാസ്ഥികൾ ഉണ്ട്, അല്ലെങ്കിൽ കാർട്ടിലേജിനസ് മസിൽസ് കൊണ്ടാണ് ഈ ശ്വസനിന്റെ ഒരു ഭാഗത്ത് കവർ ചെയ്തിരിക്കുന്നത്.
ഷേപ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാർട്ടിലേജിനസ് മസിൽസ് അല്ലെങ്കിൽ തരുണാസ്ഥികൾ നമുക്ക് ഈ ബ്രോങ്കസിൽ അല്ലെങ്കിൽ ശ്വസനിയിൽ കാണാൻ പറ്റും. എന്തിനാണ് ഈ മസിൽസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതും ഷേപ്പാണ്, ഈ ഭാഗത്ത് മാത്രമാണ് അത് കാണുന്നത്. എന്താ, നമ്മളെ വായു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് എപ്പോഴും ഓപ്പൺ ആയി കിടക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കാർട്ടിലേജിനസ് മസിൽസ് ഇങ്ങനെ ഷേപ്ഡിൽ കാണുന്നത്. അപ്പൊ ശ്വസനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്വസനിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ? ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് പിന്നെ ശ്വസനി മാറുകയാണ്. ആ ശ്വസനിന്റെ ബ്രാഞ്ചസിനാണ് നമ്മൾ ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. അപ്പൊ ശ്വസനിക എന്താണ്? ശ്വസനിയുടെ ശാഖയാണ്, അല്ലെങ്കിൽ ബ്രോങ്കസിന്റെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ഇത് എവിടേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? ആൽവിയോളസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, നമുക്ക് ഒരു പെയർ ലങ്സ് ആണുള്ളത്. ഈ ലങ്സിന് ഒരു ഡബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇരട്ട സ്ഥലമുണ്ട്. ആ കവറിങ്ങിനാണ് നമ്മൾ പ്ലൂറ എന്ന് പറയുന്നത്. അപ്പൊ ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ. ഈ പ്ലൂറയിൽ ഡബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഇരട്ട സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഇരട്ട സ്ഥലത്തിന്റെ ഇടയിലായിട്ട് നമുക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലൂറൽ ദ്രവം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ ഒരു ഫ്ലൂയിഡ് കാണാൻ പറ്റും. എന്തിനാണത്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം അനുഭവപ്പെടും. ഈ ഘർഷണം കുറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത്. അപ്പൊ ഇതിന് താഴെയായിട്ട് ഡയഫ്രം. എന്താണ് ഡയഫ്രം? നമ്മളെ ബോഡി ഇതാണ്. അപ്പൊ ബോഡിയിലെ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റുന്ന ഒരു പാർട്ടാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ ബോഡിന്റെ അപ്പർ പോർഷന് നമ്മൾ എന്ത് പറയും? ബോഡിന്റെ അപ്പർ പോർഷനാണ് നമ്മൾ ഔരസാശയം എന്ന് പറയുന്നത്. ഔരസാശയം. ബോഡിന്റെ ലോവർ പാർട്ടിന് നമ്മൾ എന്ത് പറയും? ഉദരാശയം എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ തൊറാസിക് ക്യാവിറ്റി എന്നും അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും. ഉദരാശയത്തെ അബ്ഡോമിനൽ ക്യാവിറ്റി എന്നും ഔരസാശയത്തെ തൊറാസിക് ക്യാവിറ്റി എന്നും പറയും. അങ്ങനെ രണ്ട് പാർട്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന്. അതേപോലെ തന്നെ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പാർട്ടും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഇത് ഒരു ഫ്ലോ ചാർട്ടായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക? നോസ്ട്രിൽ അല്ലെങ്കിൽ നാസാദ്വാരത്തിലേക്ക് വായു വരും. അവിടുന്ന് പിന്നെ എങ്ങോട്ട് പോകും? നാസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നാസാഗഹ്വരം എന്നുള്ള പോർഷനിൽ എത്തും. അതിനുശേഷം നേരെ ട്രക്യ അല്ലെങ്കിൽ ശ്വസന പദത്തിലേക്കാണ് നമ്മളെ വായു എത്തുന്നത്. അതിനുശേഷം ശ്വസന പദത്തിൽ നിന്ന് നേരെ ബ്രോങ്കസ് അല്ലെങ്കിൽ ശ്വസനിയിലെത്തും. ശ്വസനിയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്നത്? ബ്രോങ്കിയോൾ അല്ലെങ്കിൽ ശ്വസനികയിലേക്ക് എത്തും. ഒരു സ്ഥലമാണ് ആൽവിയോളസ്. ആൽവിയോളസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ആൽവിയോളസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ആൽവിയോളസ് എന്താന്ന് നോക്കാം. ആൽവിയോളസ് നോക്കുന്നതിന് മുന്നേ എല്ലാവരും ഈ ശ്വസനിക, പ്ലൂര, ഡയഫ്രം ഇത് നന്നായിട്ട് അറിയണം. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ്. എന്താണ് ശ്വസനിക? ശ്വസനിയുടെ ശാഖയാണ്. ഇത് ആൽവിയോളസിലേക്ക് തുറക്കുന്നത്. എന്താണ്? ബ്രോങ്കിയോളിന്റെ ബ്രാഞ്ചസ് ആണ് എന്ത് പറയുന്നത്? ബ്രോങ്കസിന്റെ ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. അത് ഓപ്പൺസ് ടു ആൽവിയോളസ്. അതേപോലെ തന്നെ പ്ലൂറ. പ്ലൂറ എന്ന് പറയുന്നത് എന്താ? ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം അല്ലെങ്കിൽ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ലങ്സ് എന്ന് പറയുന്നതാണ് പ്ലൂറ. അത് അടുത്തത് ഡയഫ്രം. ഡയഫ്രം എന്താണ്? ഈ ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തി, മസിൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വോളാണ് എന്ത് പറയുന്നത്? ഡയഫ്രം. അതെന്ത് ചെയ്യും? അബ്ഡോമിനൽ ക്യാവിറ്റിനെയും തൊറാസിക് ക്യാവിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ ആണ്. ഇനി അടുത്തത് നമുക്ക് ആൽവിയോളസ് എന്താന്ന് നോക്കാം. അപ്പൊ ആൽവിയോളസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇത് എന്താണ്? ബ്രോങ്കിയോൾ ആണ്. ബ്രോങ്കിയോൾ ഇതാ ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെ മുന്തിരി പോലെ കിടക്കുന്ന ആൽവിയോളസിലേക്കാണ്. ഏതാണ്ട് എന്താണ് 70 കോടി ആൽവിയോളസ് നമ്മൾ ഒരു പെയർ ഓഫ് ലങ്സിൽ, അത് ഒരു പെയർ ഓഫ് ലങ്സിൽ തന്നെ 70 കോടിയിലധികം എന്താണ് ആൽവിയോളസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കൊരു പെയർ ലങ്സ് ഉള്ളത്. അപ്പൊ രണ്ട് ലങ്സിലും കൂടിയിട്ട് ഒരു 140 കോടി ആൽവിയോളസ് ഉണ്ട്. അപ്പൊ അതിനെത്ര ഒരു 70 മീറ്റർ, അത് നിവർത്തി വെച്ചാൽ 70 മീറ്റർ സ്ക്വയർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ 140 മീറ്റർ സ്ക്വയർ, ഒന്ന് ചിന്തിച്ചു നോക്കുക എത്ര വലുതായിരിക്കും അതെന്ന്. അപ്പൊ എന്താണ് ഈ ആൽവിയോളസ്? ആൽവിയോളസ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ശ്വസനികയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തര അറകൾ. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികൾ കാണപ്പെടുന്നു. രണ്ട് ശ്വാസകോശത്തിലുമായി ഏകദേശം 70 കോടി ആൽവിയോളസുകൾ ഉണ്ട്.
ആൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസനപ്രതത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം കാര്യക്ഷമമാക്കുന്നു. അപ്പൊ ആൽവിയോളസിന്റെ ഫംഗ്ഷൻസും ആൽവിയോളസിനെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. അപ്പൊ ആൽവിയോളസ് എന്താ, വളരെ വളരെ മൃദുലമായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. അതിന്റെ മേലെയായിട്ട് ഒരുപാട് രക്തലോമിക ജാലകങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് കാണും. എന്തിനാണ് അവിടെ ബ്ലഡ് കാപ്പിലറീസ് കാണുന്നത്? അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ alveoles, there are delicate air sac which are elastic in nature and are seen at the tip of bronchioles. A network of numerous blood capillaries are found on their surface. There are approximately 7 crore alveoli in both lungs together. The surface area of alveoli is approximately 70 meters square. It increases the area of respiratory surface and make the gaseous exchange efficient. നമ്മുടെ gaseous exchangeനെ efficient ആക്കുന്ന ഒരു പാർട്ടാണ് ഈ ആൽവിയോളസ് എന്ന് പറയുന്നത്. അപ്പം ആൽവിയോളസ് കഴിഞ്ഞു. ഇനി എന്താണ് വെന്റിലേഷൻ നോക്കാം. നിങ്ങൾ വെന്റിലേഷൻ കേട്ടിട്ടുണ്ടോ? വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നതുമായിട്ടുള്ള ആ രണ്ട് പ്രോസസ്സിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരമാണ് വെന്റിലേഷൻ. എന്താണ്, എയറിന്റെ പാത്ത് എവിടുന്ന് എവിടത്തേക്കൊക്കെ, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബോഡിയിലേക്കും ബോഡിയിൽ നിന്ന് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്കുള്ള എയറിന്റെ പാസേജിനാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ വെന്റിലേഷൻ പറയുമ്പോൾ എന്താണ്, എക്സ്പിരേഷനും പറയണം, ഇൻസ്പിരേഷനും പറയണം. അതായത് ഉച്ഛ്വാസവും പറയണം, നിശ്വാസവും പറയണം. അതിനു മുന്നേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസം എടുക്കുന്നു? ഒരു മിനിറ്റ് ഒന്ന് നിന്ന് എല്ലാവരും ഒന്ന് എണ്ണി നോക്കുക, എത്ര പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കുക. അപ്പോൾ എണ്ണി നോക്കാൻ വേറെ സമയം എടുത്താൽ നമുക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അപ്പൊ ആവറേജ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ഒരു മിനിറ്റിൽ 12 മുതൽ 20 തവണ ശ്വാസം എടുക്കും. അത് തെളിയിക്കാനായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരു മിനിറ്റ് ശ്വാസം ഒന്ന് എണ്ണി നോക്ക്. 12 മുതൽ 20 പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കും. അപ്പോൾ നിങ്ങൾ ഓടിയിട്ടൊക്കെ അല്ലെങ്കിൽ കളിച്ചിട്ടൊക്കെ വന്ന് നമ്മുടെ ശ്വാസം ഒന്ന് എണ്ണി നോക്ക്. കളിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓടുകയോ അതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നമ്മുടെ എന്താണ് ബ്രീത്തിങ് റേറ്റ് അല്ലെങ്കിൽ വെന്റിലേഷൻ റേറ്റ് കൂടും. അത് അപ്പം എത്രയായിരിക്കും? ഒരു 40 മുതൽ 50 വരെ ആയിരിക്കും നമ്മുടെ വെന്റിലേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത്. എന്നാലോ നമ്മൾ നല്ല ഗാഢ നിദ്രയിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴാണെങ്കിൽ അതൊരു 10 മുതൽ 14 വരെ ആയിട്ട് കുറയും. അങ്ങനെയാണ് ബ്രീത്തിങ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോർഷൻസ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ലങ്സിനെ കവർ ചെയ്തിട്ട് ഒരു ഇരട്ട സ്ഥലം അല്ലെങ്കിൽ ഡബിൾ മെംബ്രെയിൻ പ്ലൂറ എന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ലങ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതുപോലെയുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഇതിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്റർകോസ്റ്റൽ പേശി അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. അപ്പൊ ഈ ലങ്സിന്റെ മേലെയായിട്ട് ഒരുപാട് മസിൽസ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നില്ല, ഈ മസിൽസ് ലങ്സിന്റെ മേലെയായിട്ട് കാണും. അതിനുശേഷം വാരി അല്ലെങ്കിൽ റിബ്സ്, ഇതാണ് റിബ്സ്. റിബ്സ് ഉണ്ട്. റിബ്സിന്റെ താഴെയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഫ്രം കാണും. ഇനി എന്തിനാ ഇത് പഠിച്ചതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പൊ അടുത്ത പോർഷൻസിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഉച്ഛ്വാസവും നിശ്വാസവും പഠിക്കണം, അല്ലെങ്കിൽ ഇൻസ്പിരേഷനും അല്ലെങ്കിൽ എക്സ്പിരേഷനും പഠിക്കണം. അപ്പൊ എന്താണ് ഇൻസ്പിരേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം? വായു ഉള്ളിലേക്ക് എടുക്കുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയാം. അപ്പൊ ഉച്ഛ്വാസം അല്ലെങ്കിൽ വായു ഉള്ളിലേക്ക് എടുക്കുമ്പോഴുള്ള നമ്മുടെ ലങ്സിന്റെ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ഈ ഉച്ഛ്വാസത്തിൽ പറയുന്നത്. അപ്പം വായു അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് എത്തുമ്പം നേരത്തെ പറഞ്ഞ ആൾക്കാരില്ല, നമ്മളെ ഇന്റർകോസ്റ്റൽ പേശി അതേപോലെ തന്നെ റിബ്സ്, ഡയഫ്രം, ഇതിനൊക്കെ സർട്ടൻ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. എന്തൊക്കെയാ ചേഞ്ചസ് നോക്കൂ. നമ്മുടെ വായു ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്, ഇന്റർകോസ്റ്റൽ പേശി ഇവർ സങ്കോചിക്കുന്നു എന്ന് പറഞ്ഞാൽ വായു ഉള്ളിലേക്ക് വരുന്നു. ഓൾറെഡി ആ ഇന്റർകോസ്റ്റൽ പേശികൾ എന്താണ് ലങ്സിന്റെയും റിബ്സിന്റെ ഇടയിൽ വരുന്നത്. അപ്പൊ അവരൊന്ന് ഞെരുങ്ങും. വായു ഉള്ളിലേക്ക് വരുമ്പോൾ അവർ ഞെരുങ്ങും അല്ലെങ്കിൽ സങ്കോചിക്കും അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും. അതേസമയം എന്താണ് വാരിയൽ ഉയരും. അപ്പൊ വാരിയൽ ഒരു ബലൂണാന്ന് വിചാരിക്കുക, അതിലേക്ക് വായു വരുമ്പോ എന്ത് ചെയ്യും, അത് വികസിക്കും അല്ലെങ്കിൽ ഉയരും. വാരിയല് ഉയരും, ഇത് ഇങ്ങോട്ടേക്ക് ഉയരും. അപ്പൊ ഡയഫ്രം എന്ത് ചെയ്യും,
ഡയഫ്രം ആണ് ഇവിടെ ഉള്ളത്. ഡയഫ്രം ഒന്നും ഞെരുങ്ങും. ഡയഫ്രം ഇങ്ങനെ റിലാക്സ് ആയി അവിടെ നിൽക്കുകയായിരുന്നു. ആ ഡയഫ്രം എന്ത് ചെയ്യും? സങ്കോചിക്കും വായു ഉള്ളിലേക്ക് വരുമ്പോൾ. അപ്പൊ നിശ്വാസത്തിൽ അല്ലെങ്കിൽ എക്സ്പിറേഷനിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിക്കുന്നത്. ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യും? വായു പുറത്തേക്ക് പോവാണ്. അത്രയും സമയം സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഇന്റർകോസ്റ്റൽ പേശികൾ എന്ത് ചെയ്യും? പൂർവ്വസ്ഥിതിയിലെത്തും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യും. അപ്പൊ വാരിയൽ എന്ത് ചെയ്യും? ഇവർ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ്, വാരിയല് താഴും. ഡയഫ്രോ പൂർവ്വസ്ഥിതിയിലേക്ക് മാറും. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പൊ ഇതിന് കുറച്ച് എന്താണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മാർഗമുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ ഇന്റർകോസ്റ്റൽ പേശിയും ഡയഫ്രോം ഫ്രണ്ട്സ് ആണ്. ഇവരെ രണ്ടാളും ഒരേ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇന്റർകോസ്റ്റൽ പേശി ചെയ്യുന്നത് തന്നെയാണ് ഡയഫ്രോം ചെയ്യും. പക്ഷെ വാരിയൽ എന്താണ്? വാരിയൽ ഇവരെ ശത്രുവാണ്. ഇവര് രണ്ടുപേരും ചെയ്യാത്ത കാര്യമാണ് ഈ വാരിയല് ചെയ്യുക. ഇവരെന്താണോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് മാത്രമേ ഈ വാരിയല് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റിബ്സ് ചെയ്യുള്ളൂ. അപ്പൊ എന്താണ്? വായു ഉള്ളിലേക്ക് വരും. വായു ഉള്ളിലേക്ക് വരിക എന്ന് വെച്ചാൽ വായു എന്ന് പറയുന്നത് ഈ വാരിയലിന്റെ ഫ്രണ്ടാണ്. വായു ഉള്ളിലേക്ക് വരുമ്പം വാരിയലിന് അല്ലെങ്കിൽ റിബ്സിന് നല്ലൊരു ഉയർച്ച ഉണ്ടാവും. ഈ വാരിയൽ ഉയർച്ച ഉണ്ടാവുന്നത് ഈ ഇന്റർകോസ്റ്റൽ പേശി അല്ലെങ്കിൽ ഇന്റർകോസ്റ്റൽ മസിലിനും ഡയഫ്രത്തിന് ഇഷ്ടമാവുക. കാരണം ഇവര് ശത്രുക്കളാണ്. ഇവര് രണ്ടാളും വാരിയലിന്റെ ശത്രുക്കളാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവർ സങ്കോചിക്കുന്നു. അപ്പൊ വാരിയൽ ഉയരുമ്പോൾ ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രോം സങ്കോചിക്കുന്നു. അതേസമയം എന്താണ്? വാരിയല് താഴുന്ന അല്ലെങ്കിൽ വാരിയലിന് അത്ര നല്ല സമയമൊന്നുമില്ല. വാരിയൽ താഴുന്ന, അതായത് എയർ പുറത്തു വന്നു. എയർ എന്ന് പറയുന്നത് വാരിയലിന്റെ ഫ്രണ്ടാണ്. വാരിയലിന്റെ ഫ്രണ്ട് വാരിയലിനെ വിട്ടുപോകുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഈ ഡയഫ്രോം ഇന്റർകോസ്റ്റൽ പേശിക്കും സമാധാനമായി. ഇവർക്ക് സമാധാനം എന്താണ്? അയാളെ ഫ്രണ്ട് പോയല്ലേ, ഇനി അവൻ എന്തു ചെയ്യാലോ എന്നുള്ള ഒരു ഭാവമായി. അപ്പൊ എന്ത് ചെയ്യും? ഇവര് രണ്ടാളും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. ഇന്റർകോസ്റ്റൽ മസിൽ ആൻഡ് ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാവുന്നു. വാരിയല് താഴ്ന്നു. വാരിയലിന്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. ഇനി ഇവരെ രണ്ടാളോ ഒറ്റക്കൊന്നും ചെയ്യാനാവില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നു. അപ്പൊ ഇനി നോക്കിക്കേ, ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് പോവാം. അപ്പൊ ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻസ്പിറേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു? ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യുന്നു? എയർ വരുന്നു. ആലോചിച്ച് നോക്കൂ. എയർ ആരെ ഫ്രണ്ടാണ്? വാരിയലിന്റെ ഫ്രണ്ടാണ്. വാരിയലിന്റെ ഫ്രണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യും? എയർ വരുന്ന സമയത്ത് വാരിയല് റൈസ് ചെയ്യുന്നു. അപ്പൊ ഇന്റർകോസ്റ്റൽ പേശി എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സങ്കോചിക്കുന്നു. അതെ, ഇന്റർകോസ്റ്റൽ പേശിന്റെ ഫ്രണ്ടാണ് ഡയഫ്രം. അപ്പൊ ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ സങ്കോചിക്കുന്നു. ഇതേസമയം ഔരസാശയത്തിന്റെ വ്യാപ്തം നിങ്ങൾ ഇവിടെ കണ്ടോ? നമ്മളെ വായു വരുന്ന സമയത്ത് ഔരസാശയം എന്ന് പറയുന്ന ഡയഫ്രത്തിന്റെ മുകളിലേക്കുള്ള പോർഷൻ ആണ് അല്ലെങ്കിൽ പോർഷനാണ്. അപ്പൊ ഈ പോർഷൻസ് നോക്കൂ. വായു വരുന്ന സമയത്ത് ഇവര് വലുതാവും. അപ്പൊ ഔരസാശയം വലുതാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടും. വ്യാപ്തം കൂടുമ്പോൾ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വ്യാപ്തം കൂടുമ്പോൾ എന്ത് ചെയ്യും? മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കുറയും. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പൊ ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടുമ്പോൾ ശ്വാസകോശത്തിലെ വായുമർദ്ദം കുറയും. അപ്പൊ വായുവിന്റെ സഞ്ചാരം എങ്ങോട്ടേക്കായിരിക്കും? ഇൻസൈഡ് ആയിരിക്കും, ഉള്ളിലേക്കായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് നോക്കിയാലോ? എക്സ്പിറേഷൻ എങ്ങനെയാ ഉണ്ടാവുക? എക്സ്പിറേഷന്റെ സമയത്ത് വായു പുറത്തേക്കാണ് പോകുന്നത്. വായു പുറത്തേക്ക് പോകുമ്പോൾ അതാ വാരിയൽ അല്ലെ റിബ്സിന്റെ ഫ്രണ്ടാണ് വായു. പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ്? ഈ വാരിയൽ എന്ത് ചെയ്യും? ഡൗൺ ആവും അല്ലെങ്കിൽ താഴേക്ക് പോകുന്നു. താഴേക്ക് അല്ലെങ്കിൽ എന്താണ്? താഴുന്നു. വാരിയൽ താഴുന്ന സമയത്ത് ഇവര് രണ്ട് ഇന്റർകോസ്റ്റൽ മസിലും ഡയഫ്രോം റിലാക്സ് ആവുന്നു. റിലാക്സ് അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ വരുന്നു. ഇവര് പൂർവ്വസ്ഥിതിയിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യാം? ഔരസാശയത്തിന്റെ വ്യാപ്തം പഴയതുപോലെ ആകുന്നു. അപ്പൊ എയറൊക്കെ പോയി. അപ്പൊ വ്യാപ്തം എന്ത് ചെയ്യും? കുറയും. വ്യാപ്തം കുറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ മർദ്ദം, വായുമർദ്ദം അല്ലെങ്കിൽ എയർ പ്രഷർ കൂടും, ഇൻക്രീസ് ആവും. എയർ പ്രഷർ ഇൻക്രീസ് ആവും. അപ്പൊ വായു സഞ്ചാരം പുറത്തേക്കായിരിക്കും. അപ്പൊ അടുത്ത ടോപ്പിക്കാണ് വാതക വിനിമയം അല്ലെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്. നമ്മളിപ്പോ പറഞ്ഞു, നമ്മൾ ശ്വസിച്ചു, നോസ്ട്രല് വഴി ആൽവിയോളൈ വരെ നമ്മുടെ എയർ എത്തി. ആൽവിയോളൈയിൽ എത്തിക്കഴിഞ്ഞ എയർ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ എയർ ആൽവിയോളൈയിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് രണ്ട് ടൈപ്പ് ഉണ്ട്. ആൽവിയോളൈന്ന് നമ്മുടെ ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ ബ്ലഡിലേക്ക് എത്തുന്നതിന് ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ ആൽവിയോളാർ വാതക വിനിമയം എന്ന് പറയും. ഈ ആൽവിയോളാർ വാതക വിനിമയത്തിൽ ആൽവിയോളൈ എന്നുള്ള ഗ്യാസസ് എന്ത് ചെയ്യും? ബ്ലഡ് സ്ട്രീമിൽ എത്തും.
അതിനുശേഷം ഈ ബ്ലഡ് ഒക്കെ എവിടെ എത്തുന്നത്? നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തുള്ള പല സെൽസിലേക്കും, എല്ലാ സെൽസിലും എന്താണ് എനർജി പ്രൊഡക്ഷൻ വേണം. എല്ലാ സെൽസിലും എനർജി പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ബോഡിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ ബ്ലഡ് വെസൽസ് നേരെ എവിടത്തേക്കായിരിക്കും? നമ്മുടെ സെൽസിലേക്കായിരിക്കും. ബ്ലഡ് വെസൽസ് സെൽസിലേക്കുള്ള ആ ഒരു ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിനെയാണ് നമുക്ക് സിസ്റ്റമിക് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റമിക് വാതക വിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ട്രക്കിയ വഴി ബ്രോങ്കസിലെത്തി, ബ്രോങ്കസിൽ നിന്ന് ബ്രോങ്കിയോളിലെത്തി, ബ്രോങ്കിയോളിന് പിന്നെ എത്തുന്ന സ്ഥലമാണ് നമ്മുടെ മുന്തിരിക്കോല പോലത്തെ വളരെ ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ആൽവിയോളെ. നമ്മൾ പറഞ്ഞ ആൽവിയോളയുടെ മേലെ സെവറൽ ബ്ലഡ് കാപ്പിലറീസ് ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലൊരു ബ്ലഡ് കാപ്പിലറി മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്ലഡ് കാപ്പിലറീസ് എന്താ ചെയ്യാം? നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതലുള്ളതാണ് ഓക്സിജൻ. നമ്മൾ ഇപ്പോ പ്രകൃതി ഭയങ്കര നശിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശതമാനം ഓക്സിജന്റെ അളവിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓൾമോസ്റ്റ് ഒരു 0.04% ഒക്കെയാണ് അറ്റ്മോസ്ഫിയറിൽ കാണുന്നത്. എന്നാൽ ഓക്സിജൻ ഒരു 29% ഒക്കെ ഓക്സിജൻ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് എയർ എടുക്കുന്നത്. ആ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓക്സിജന്റെ അളവായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പക്ഷെ നേരെ മറിച്ച് ഈ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളിൽ ഏതായിരിക്കും? ഈ നമ്മുടെ സെൽസ് ഒക്കെ എന്താണ് എനർജി ഉണ്ടാക്കുന്ന സമയത്ത് അവരൊരു വേസ്റ്റ് ആയിട്ട് പുറത്തു വിടുന്ന സാധനമാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ ആൽവിയോളയിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസിൽ കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്താണ് ഇവര് ഈ ഓക്സിജന് ഈ ബ്ലഡ് വെസൽസിലേക്ക് കൊടുത്തിട്ട് അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോളയിലേക്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ ഇത് എന്ത് പ്രോസസ്സ് വഴിയായിരിക്കും ഇത് നടക്കുന്നത്? പെട്ടെന്ന് അങ്ങോട്ട് പോയി ഓക്സിജൻ അങ്ങനെ രക്തക്കുഴലിലേക്ക് കയറാനും അതേപോലെ തന്നെ അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് പുറത്തു വരാനും പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ് ഇവിടെ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. എന്താണ് ഡിഫ്യൂഷൻ? നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഭയങ്കര വിശന്ന് ഉച്ചക്ക് ഒരു രാവിലത്തെ ലാസ്റ്റ് പീരീഡ് ലഞ്ച് ബ്രേക്കിന് മുന്നുള്ള ഒരു പീരീഡൊക്കെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നല്ല പുറത്തത്തെ ഹോട്ടലിൽ നല്ല ബിരിയാണീന്റെ സ്മെല്ലൊക്കെ വരില്ലേ? അപ്പൊ ആ സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാറില്ല എങ്ങനെയാണ് ദൂരെയുള്ള ഹോട്ടലിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര ക്ലാസിന്റെ അടുത്ത് വരെ ബിരിയാണിന്റെ സ്മെല്ലൊക്കെ വന്നത്? അപ്പം ആ പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഡിഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സിൽ എന്താ നടക്കുക? അപ്പോൾ ഒരു കോമ്പണന്റ് ഉണ്ട്. ഇപ്പൊ ബിരിയാണിന്റെ സ്മെല്ലാണെങ്കിൽ അത് ഉണ്ടാകുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ അതിന്റെ സ്മെല്ല് ഉണ്ടാവും. അപ്പൊ അതൊരു ടെൻഡൻസി ഉണ്ടാവും. അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കുള്ള പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. അതേപോലെ ഇവിടെയുള്ള വാതകങ്ങൾക്കും അങ്ങനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാം. അപ്പൊ നോക്കുക, ആൽവിയോളസിലാണ് ഓക്സിജന്റെ എമൗണ്ട് വളരെ കൂടുതലുള്ളത്. അപ്പൊ ആൽവിയോളസിലുള്ള ഓക്സിജൻ എന്താ ഒരു ടെൻഡൻസി ഉണ്ടാവും, അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതേപോലെ തിരിച്ചും നമ്മുടെ ബ്ലഡ് കാപ്പിലറീസിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് വളരെ കൂടുതൽ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന് അതിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ആൽവിയോളസിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ നോക്കാം. അപ്പോൾ നമുക്ക് ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. അടുത്ത പോർഷൻ ആണ്. അപ്പോൾ ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. രക്തത്തിലേക്ക് ഓക്സിജൻ എത്തി. അപ്പൊ രക്തത്തിൽ ആരാണ് ഈ ഓക്സിജൻ ഒക്കെ വാങ്ങി വെക്കുന്നത്? രക്തത്തിൽ അപ്പോൾ ഓക്സിജൻ കയറി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ രക്തത്തിലുള്ള RBC അല്ലെങ്കിൽ അരുണ രക്താണുക്കൾ ഒരു ഡിസ്ക് ഷേപ്പിലാണ് ഈ അരുണ രക്താണുക്കൾ ഉണ്ടാവുക. ഈ അരുണ രക്താണുക്കളാണ് ഈ ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്യുക. ഈ അരുണ രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് കളറുള്ള പിഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻസ് ആണ് ഈ ഓക്സിജൻ ഒക്കെ ക്യാരി ചെയ്ത് ഓരോ സെൽസിലും ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കുന്നത്. അപ്പൊ ഹീമോഗ്ലോബിൻ എന്താ? ഹീമോഗ്ലോബിന് 2 ആൽഫ പാർട്ടിക്കിളും, ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീൻ പിഗ്മെന്റ് ആണ്. അപ്പൊ പ്രോട്ടീൻ പിഗ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിന് പല പല പാർട്സ് ഉണ്ട്. അപ്പൊ ഹീമോഗ്ലോബിന് 2 ആൽഫ പാർട്സ് ഉണ്ട്, ആൽഫ പ്രോട്ടീൻസ് ഉണ്ട്, 2 ബീറ്റ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ഈ 2 ആൽഫ പ്രോട്ടീൻസും 2 ബീറ്റ പ്രോട്ടീൻസും കൂടാതെ തന്നെ ഇത് ഒരു അയൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു
പിഗ്മെന്റ് ആണ്. ഈ അയൺ ബേസ്ഡ് സെൻട്രൽ അയൺ ഉണ്ടാവും. അതേപോലെ തന്നെ രണ്ട് ആൽഫ പ്രോട്ടീൻ അത് സെൻട്രൽ അയൺ ഉണ്ടാവും. 2 ആൽഫ പ്രോട്ടീൻ, 2 ബീറ്റ പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഓരോ പ്രോട്ടീനിലേക്കും ഓരോ ഓക്സിജന് ഇവർക്ക് ഇരുത്താൻ പറ്റും. അങ്ങനെ ഒരു ഹീമോഗ്ലോബിൻ പാർട്ടിക്കിളിന് 4 ഓക്സിജനെ വരെ ക്യാരി ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഹീമോഗ്ലോബിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് പഠിക്കണം. RBCന്റെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റിൽ എന്താ കൊടുത്തെന്ന് നോക്കാം. അപ്പൊ പിഗ്മെന്റ് ഇൻ RBC ആണ് നമ്മുടെ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന പ്രോട്ടീൻ ഹാവിങ് അയൺ ആസ് ദ മെയിൻ കോമ്പണന്റ്. എന്താണ് ഈ ഹീമോഗ്ലോബിനുള്ള മെയിൻ കോമ്പണന്റ് ആണ് അയൺ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സെൻട്രൽ അയൺ ആണുള്ളത്. 270 മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ RBC. RBCയിൽ എത്രയാണ്? 270ഓളം മില്യൺ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ്. അപ്പൊ ആലോചിച്ചൊക്കെ എത്രത്തോളം ഓക്സിജനെ ഇവർക്ക് അറ്റ് എ ടൈം ക്യാരി ചെയ്യാൻ പറ്റുന്നു. 1 ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ട്രാൻസ്പോർട്ട് എയ്തർ 4 ഓക്സിജൻ മോളിക്യൂൾ ഓർ 4 കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് എ ടൈം ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ 4 ഓക്സിജൻ, ആൽവിയോളസ് എന്നാണെങ്കിൽ 4 ഓക്സിജനും തിരിച്ച് സെല്ലിൽ നിന്നാണെങ്കിൽ 4 കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യാൻ പറ്റും. പിന്നെ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഫീമെയിൽസ് ആർ 12 to 16 GPL. അപ്പൊ മെയിൽസിലാണെങ്കിൽ ഇത് 40 to 80 ആയിരിക്കും, 80 ഗ്രാംസ് പെർ ഇതായിരിക്കും. ഈ ഒരളവിൽ കൂടുതലോ കുറയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കേണ്ട പോർഷൻ ആണ്. RBCയിലാണ് നമ്മുടെ ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. RBCയിലുള്ള ഹീമോഗ്ലോബിൻസ് ആണ് സ്പെഷ്യലി ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിൽ അറ്റ് എ ടൈം 4 ഓക്സിജനെ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതേപോലെ തന്നെ അയൺ ആണ് ഇതിന്റെ മെയിൻ കോമ്പണന്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് ആൽവിയോളസിൽ ബ്ലഡ് എത്തിക്കഴിഞ്ഞു. നമ്മൾ പറഞ്ഞ ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആൽവിയോളാർ വാതക വിനിമയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അടുത്തതാണ് സിസ്റ്റമിക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റമിക് വാതക വിനിമയം. എന്താണ് സിസ്റ്റമിക് വാതക വിനിമയം? നമ്മൾ ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ പൾമണറി വെയിൻ അല്ലെങ്കിൽ വൃക്കാസിരയിലേക്കാണ് നമ്മുടെ ഈ ഓക്സിജൻ എത്തുക. ഈ വൃക്കാസിര അല്ലെങ്കിൽ പൾമണറി വെയിൻ വഴി നമ്മുടെ ഓരോ സെൽസിലേക്കും എന്താണ് ഈ ഓക്സിജൻ എത്തും. അപ്പൊ സെല്ലിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവര് മാറുന്നത്? ഓക്സിജൻ അങ്ങോട്ട് കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ തിരിച്ചു വരുന്നത്? അപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയത് ഒരു കാര്യമാണ്. നമ്മുടെ ആൽവിയോളസിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് 3% നമ്മുടെ ഓക്സിജൻ എങ്ങനെയാണ്? 3% ഓക്സിജൻ പ്ലാസ്മയിൽ ലയിച്ചിട്ടാണ് പോകുന്നത്. ബാക്കിയുള്ള ഒരു 97% ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഓക്സി ഹീമോഗ്ലോബിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും. ഈ 4 ഓക്സിജൻ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന് പറയുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ. അതേപോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിന് തിരിച്ച് ഈ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഹീമോഗ്ലോബിൻ ആയിട്ട് 23% മാത്രമേ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യൂ. അപ്പൊ ഉണ്ടാവുന്ന ഫോമാണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ. വെറും 23% കാർബാമിനോ ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ബാക്കി എങ്ങനെയാ പോകുന്നത്? 7% പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്യും. നേരത്തെ ഓക്സിജൻ ആണെങ്കിൽ 3% പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്യുന്നത്. ബാക്കി ഒരു 70% എന്താ ചെയ്യുന്നത്? കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC. അപ്പൊ നമുക്കറിയാം വെറും ബ്ലഡും RBCയും മാത്രമല്ല, നമ്മുടെ ബ്ലഡിൽ വലിയൊരു ശതമാനം വാട്ടർ ഉണ്ട്. ഈ വാട്ടറുമായിട്ട് എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? നമ്മൾ നോർമലായിട്ട് പറയുകയാണെങ്കിൽ സോഡ എന്ന് പറയാം, അല്ലെങ്കിൽ
എന്താണ് കാർബോണിക് ആസിഡ് H2CO3 എന്ന് പറയുന്ന കാർബോണിക് ആസിഡ് ആവും. ഈ 70% കാർബോണിക് ആസിഡ് ആവും. കാർബോണിക് ആസിഡ് എന്ത് ചെയ്യും? വീണ്ടും വിഘടിച്ച് H+ അയോൺസും അതേപോലെ തന്നെ ബൈകാർബണേറ്റും ആവും. ഈ ബൈകാർബണേറ്റ് ഫോമിലാണ് 70% എന്താ ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് ബ്ലഡ് വെസൽസിലേക്ക് കയറുന്നത്. അപ്പൊ ഇത് മൊത്തത്തിൽ ആൽവിയോളാർ വാതക വിനിമയവും സിസ്റ്റമിക് വാതക വിനിമയവും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിലെ ഒരു പോർഷനാണ്. ആൽവിയോളസിൽ എന്താണ് ഓക്സിജൻ എത്തുന്നു, ഓക്സിജൻ എത്തിക്കഴിയുമ്പോൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും. അപ്പൊ ഓക്സിജൻ ഹയർ കോൺസെൻട്രേഷനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോവും. അത് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട്, അത് 97% കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് പോവും. ബാക്കി ഓക്സിജൻ പ്ലാസ്മയായിട്ട് ലയിച്ചിട്ട് ആ വെസൽസ്, പൾമണറി വെയിൻ എന്ന് പറയുന്ന വെസൽസ് വഴി ഹാർട്ടിലെത്തും. ഹാർട്ടിൽ നിന്ന് പിന്നെയും വീണ്ടും തിരിച്ച് ഡിഫറെന്റ് ബ്ലഡ് കാപ്പിലറീസ് വഴി ഓരോ സെൽസിലേക്ക് എത്തും. സെൽസിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ ഓക്സിജൻ പിന്നെയും സെൽസിൽ എന്താണ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ. അപ്പൊ വീണ്ടും ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഡിഫ്യൂഷൻ വഴി എന്താണ് ബ്ലഡ് കാപ്പിലറീസ് സെൽസിലേക്ക് എത്തുന്നു. ഈ സെൽസിൽ എത്തിക്കഴിയുമ്പോൾ നേരെ തിരിച്ച് അവിടെ സിസ്റ്റമിക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സിസ്റ്റമിക് വാതക വിനിമയം അവിടെ എന്താ നടക്കുന്നത്? നമ്മുടെ സെൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ സെൽ ടു ബ്ലഡ് വെസൽസിലേക്ക് എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. 3 മെത്തേഡ് വഴിയാണ്. ഒന്ന് എന്താണ് പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് എത്ര ശതമാനം? 23%, 7% പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്തിട്ട് 23% എന്ത് ചെയ്യും? നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്നുള്ള ഫോമിൽ ബാക്കി നമ്മുടെ ബ്ലഡിലുള്ള വാട്ടറായിട്ട് ഡിസോൾവ് ചെയ്തിട്ട് എന്താവും? ബൈകാർബണേറ്റ് ഫോമിലായിട്ടാണ് എന്താണ് ബ്ലഡ് വെസൽസിലെത്തും. വീണ്ടും ഹാർട്ടിലെത്തും. ഹാർട്ടിൽ നിന്ന് നേരെ എന്ത് ചെയ്യും? ലങ്സിലേക്ക് പോവും. ആ വേസ്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മൊത്തം ആൽവിയോളസിലെത്തും. അവിടെ നിന്ന് നേരെ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. സമയം എടുത്ത് പഠിച്ചാലും നന്നായിട്ട് പഠിക്കേണ്ട ആൽവിയോളാർ വാതക വിനിമയം അല്ലെങ്കിൽ ആൽവിയോളാർ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ സിസ്റ്റമിക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പോർഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.